അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, 2026 നടക്കുന്ന സമസ്ത വാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ ഫിഖിഹിൽ നിന്ന് വന്ന മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 1 യോജിപ്പിക്കണം. ബ്രാക്കറ്റിൽ നിന്ന് യോജിപ്പിക്കാനാണ് പറയുന്നത്. 1. നിസ്കാരത്തിൽ രണ്ടക്ഷരമോ ഡാഷ് ഉച്ചരിക്കുക. 2. അബാദ് ഒഴികെയുള്ള സുന്നത്തുകളുടെ പേര് എന്താണ്? 3. 2 ഉള്ളം കൈകൾ ഡാഷ് എത്തും വരെ കുനിയലാണ് റുക്കൂഅ്. 4. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ഡാഷ് സുന്നത്താണ്. 5 നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഡാഷ് ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ ഔറത്ത്. 6 ഡാഷ് കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ വുളു ആവുകയുള്ളൂ. ഇനി സെക്ഷൻ 2 ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. ശരിക്ക് ശരിയും തെറ്റിന് തെറ്റിടുക. 1. നിസ്കാരത്തിലെ എല്ലാ സുന്നത്തുകൾക്കും അബ്വാദ് എന്ന് പറയുന്നു. 2. നിസ്കാരത്തിൽ തല ഒരു തവണ ഇളക്കിയാൽ നിസ്കാരം ബാത്തിലാകും. 3. കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ. 4. വുളുവിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. 5. ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. 6. കിണറിലെ വെള്ളം തഹൂറാണ്. ഇത് ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റിന് തെറ്റിടുക. സെക്ഷൻ 3 ഉത്തരം എഴുതാം. അബ്വാദ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? 2. തുമഅനീനത്ത് എന്നാൽ എന്ത്? 3. സുബ്ഹ് ബാങ്കിൽ അയ്യാലകൾക്ക് ശേഷം പറയേണ്ട വചനം എന്ത്? 4. നിൽക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ടത് എങ്ങനെ? 5. സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെ ഏത് നിസ്കാരത്തിൻ്റെ സമയമാണ്? 6. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത്? 7. ഇഖാമത്തിൽ പറയേണ്ട പദം ഏത്? ഇനി സെക്ഷൻ 4 രണ്ടെണ്ണം വീതം എഴുതാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യത്തിൽ നിന്ന് 2 എണ്ണം, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് 2 എണ്ണം എഴുതുക. രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ 2 എണ്ണം, അബ്വാദ് സുന്നത്തുകൾ, നിസ്കാരത്തിൻ്റെ ഫർളുകൾ, വിസർജന മര്യാദകൾ, വുളുവിൻ്റെ സുന്നത്തുകൾ. ഇതിൽ നിന്നൊക്കെ 2 എണ്ണം എഴുതാനാണ് പറയുന്നത്. സെക്ഷൻ 5 പൂരിപ്പിക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഡാഷ് ജഅലൽ മാ തഹൂറ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം തരത്തിൽ ഫിഖിഹിൽ മോഡൽ ക്വസ്റ്റ്യനായി വന്നത്. പാഠഭാഗങ്ങൾ വായിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ.